ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ചെറുപഴമായിട്ട് കേട്ടോ. അത് ചെറുപഴമാണെങ്കിലും നേന്ത്രപ്പഴമാണെങ്കിലും റോബസ്റ്റ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഗോതമ്പ് പൊടി, ഏലക്കായ പൊടിച്ചത്, പിന്നെ പഴം ഞാൻ മിക്സിയിലിട്ടിട്ടുണ്ട്. 5 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. ഇനി ഞാൻ നല്ലോണം ഇത് മിക്സി നല്ല അടിച്ചിട്ട് വരട്ടെ. പിന്നെ വെള്ളം തീരെ കുറച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു തുള്ളി വെള്ളം അധികമാവാൻ പാടില്ല കേട്ടോ. അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. നമ്മളിപ്പോൾ ഇത് നല്ലപോലെ മിക്സിയിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർക്കാം, പശുവും പാൽ ചേർക്കാം. ഇപ്പോഴൊക്കെ ടേസ്റ്റ് കൂടുതലാവും കേട്ടോ. ഇതിനോട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ ആവേണ്ടത്. ഇതാണ്ടില്ലേ, കറക്റ്റായിട്ട് ഇങ്ങനെ കോരിയിട്ടാൽ ഇങ്ങനെ വീഴുന്ന ആ രൂപത്തിൽ വേണം ആവണമെങ്കിൽ. ഇതേപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. പിന്നെ നമ്മളൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പറ്റുകയാണെങ്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ലോണം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. തീ നല്ല സ്ലോവിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പുറം വന്നിട്ട് പുറമൊക്കെ കരിയും, ഉള്ളിൽ വേവില്ല. അപ്പോൾ നമ്മളെ പഴമായിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴമൊക്കെ കിട്ടുമ്പോൾ കറുത്ത പഴമാണ് വെച്ചിട്ട് പഴം കറുത്തു നാശമായി കളയുക അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പഴം നാശമാക്കണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചോളൂ കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിരിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.